ദ മൂൺ. ആകാശത്തൊരു പട്ടിക്കുട്ടിയുണ്ട്. അവൻ ഇടയ്ക്ക് വന്ന് നമ്മുടെ അമ്പിളിമാമനെ കടിച്ചെടുക്കും. അന്നേരം നമുക്ക് അമ്പിളിമാമനെ പകുതിയായി കാണും. ഇടയ്ക്ക് ചാന്ദ്രദേവതയായ ചാങ്ങി അവനെ പിടിച്ചു വെക്കും. അപ്പൊ നമുക്ക് അമ്പിളിമാമനെ മുഴുവനായി കാണും. ഇത് കേട്ടതും കൊഞ്ചുകൊണ്ട് ഫേ എനിക്ക് ചാങ്ങിയുടെ കഥ കേൾക്കണം എന്ന് പറയുവാണ്. ചാന്ദ്രദേവതയായ ചാങ്ങിയും ഹൂയി എന്ന മനുഷ്യനും തമ്മിൽ പണ്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ജെയ്ഡ് എന്ന ഒരു മുയല് ചാങ്ങിക്കൊരു അത്ഭുത മരുന്നുണ്ടാക്കി കൊടുത്തു. അത് കഴിച്ച അവള് മരണമില്ലാത്തവളായി മാറി, ചന്ദ്രനിലെ ദേവതയായി മാറി. എന്നാൽ മനുഷ്യനായിരുന്ന ഹൂയി ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു. ഇപ്പോഴും ചാങ്ങി ചന്ദ്രനിൽ ഹൂയിയെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ട്രൂ ലവിന്റെ കഥ നമ്മുടെ ഫേഫയ്ക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഇവൾക്ക് കുടുംബത്തില് ഒരു ബേക്കറി ഉണ്ട്. അവിടെ അവര് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് മൂൺ കേക്കുകളാണ്. മൂൺ ഫെസ്റ്റിവലിന്റെ സമയമായി കഴിഞ്ഞാൽ ഇതിന് നല്ല സെയിൽ ഉണ്ടായിരിക്കും. വളരെ കുഞ്ഞാവുമ്പോ തന്നെ ഫേഫയെ അവളുടെ അമ്മ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഫേഫയാണ് ഇപ്പൊ കടയിലെ മെയിൻ ആള്. കാരണം അവളുടെ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം പിടിപെട്ടിരിക്കുകയാണ്. അമ്മയെ എപ്പോഴും പരിചരിച്ച് കൂടെ നടക്കുന്ന ഫേഫെ മൂൺ കേക്കുകൾ ഡെലിവറി ചെയ്യാറുണ്ട്. 11ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയും കൂടെ അവൾക്കൊരു കുഞ്ഞു മുയലിനെ സമ്മാനായി കൊടുത്തു. അധികം കഴിയാതെ അമ്മ അവരെ വിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മുടെ ഫേഫയ്ക്ക് 15 വയസ്സുണ്ട്. അമ്മ ഇപ്പോഴും തന്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തില് അവൾ അങ്ങനെ ജീവിച്ചു വരികയാണ്. എന്ന് രാവിലെ അമ്മയുടെ അരികെ ഫോട്ടോയിൽ പോയിട്ട് സംസാരിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് മൂൺ കേക്ക് ഉണ്ടാക്കാൻ സഹായിച്ച് അവിടെ കട തുറന്ന് അതിനുശേഷം സ്കൂളിൽ പോകുന്നതിന് മുൻപായി മൂൺ കേക്കുകൾ ഡെലിവറി ചെയ്യാനൊക്കെ നമ്മുടെ ഫേഫെ പോകുമായിരുന്നു. അവളുടെ സന്തത സഹചാരിയാണ് ബഞ്ചി എന്ന അവളുടെ കുഞ്ഞു മുയല്. അവള് സ്കൂളിലൊക്കെ നല്ല മിടുക്കിയാണ് കേട്ടോ. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റോക്കറ്റുകളെ പറ്റി പഠിക്കാനാണ്. അങ്ങനെ ഒരു ദിവസം അവള് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛന്റെ ഒരു ഫ്രണ്ട് അവരുടെ കടയിൽ നിൽക്കുന്നുണ്ട്. അവരുടെ പേര് സോങ് എന്നായിരുന്നു. അച്ഛനും അവരും തമ്മിലുള്ള റിലേഷൻ കണ്ട് നമ്മുടെ ഫേഫയ്ക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. സോങ്ങിന്റെ മകനായ ചിന്നും അവിടെയുണ്ട്. അവൻ വന്ന് ഫേഫയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവളാണെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പെറ്റാണ് ഈ തവള കേട്ടോ. ഇപ്പൊ നമ്മുടെ ചിൻ പോയിട്ട് ഭിത്തിയിൽ തലയിടിച്ചപ്പോ ഫേഫെ അച്ഛനോട് അക്കാര്യം വന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാണ് അവര് കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടായിരിക്കും, മോൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ആവണമെന്ന്. ഇതൊക്കെ കേട്ടപ്പോ തന്നെ ഫേഫയ്ക്ക് മനസ്സിലായി അച്ഛനും ആ ലേഡിയും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. മൂൺ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇവളുടെ ആന്റിമാരൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അന്നത്തേക്ക് വേണ്ട ഫുഡൊക്കെ തയ്യാറാക്കുമ്പോൾ സോങ് ഇടയ്ക്ക് വന്ന് ഫേഫയോട് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അവരെന്ത് പറഞ്ഞു വന്നാലും ഇവളുടെ അമ്മയുടെ കാര്യം പറഞ്ഞ് അവരവിടെ നിന്ന് ഒഴിവാവുകയാണ് ചെയ്യുക. അതായത് സോങ് വന്ന് മോളെ ഇക്കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നത് പഠിപ്പിച്ചില്ല എന്ന് നമ്മുടെ ഫേഫെ പറയും. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചാങ്ങയുടെ കഥയെ പറ്റി ഇവർ സംസാരിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പൊ ആർക്കും തന്നെ ആ കഥയിൽ വിശ്വാസമില്ല. ഫേഫെ ആണെങ്കിൽ അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത ആ കഥകള് സത്യമാണെന്ന് തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അച്ഛൻ പോലും അവള് പറയുന്നത് നോക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഫേഫയ്ക്ക് അത് ഒരുപാട് സങ്കടം ഉണ്ടാക്കി. അവള് റൂമിലോട്ട് കടന്നു പോകുമ്പോഴായിരുന്നു ചിൻ വന്ന് ചേച്ചി എന്ന് വിളിക്കുന്നത്. ആരുടെ ചേച്ചി, നീ എൻ്റെ അനിയനൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൾ പോവാൻ നിൽക്കുമ്പോൾ സോങ് വന്ന് മോളെ ഇത് നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ മൂൺ കേക്കാ എന്ന് പറഞ്ഞ് ഒരു ബൗൾ കൊടുത്തു. അതുമായിട്ട് അവൾ റൂമിൽ വന്നെങ്കിലും അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ അത് എടുത്ത് ഒരിടത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അതെടുത്ത് കഴിക്കുന്നില്ല. അന്ന് രാത്രിയില് നമ്മുടെ ബഞ്ചി ആവട്ടെ ഈ നിലാവ് കണ്ടപ്പോൾ അതിന് പിറകെ പോകുന്നത് കണ്ട് ഫേഫെ പോയി നോക്കുമ്പോൾ ബഞ്ചി ഇതേ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനെ ഒന്നുകൂടെ നോക്കിയ നമ്മുടെ ഫേഫയ്ക്ക് അവളുടെ അമ്മയുടെ കാര്യം ഓർമ്മ വന്നു. എൻ്റെ അമ്മയുള്ള സമയത്ത് അച്ഛനും ചാങ്ങിയുടെ കഥ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ പോയിട്ട് ഇപ്പൊ ഇത്ര കാലല്ലേ ആയിട്ടുള്ളൂ, എൻ്റെ അച്ഛൻ ഇപ്പോ ആ കഥ വിശ്വസിക്കുന്നില്ലല്ലോ. അത് ആ സോങ് ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നതുകൊണ്ടാണെന്ന് അവൾ പറയാൻ തുടങ്ങി. എന്നിട്ട് അവൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ്, ചാങ്ങി, ചാന്ദ്രദേവതേ, നിങ്ങൾ സത്യമാണെന്നുള്ളത് എൻ്റെ അച്ഛനെ തെളിയിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണം. എങ്കിൽ മാത്രമാണ് എൻ്റെ അമ്മയെ അച്ഛൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം അച്ഛന് തന്നെ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ആയിത്തീരണം. അതിനുവേണ്ടി എനിക്ക് ചാങ്ങിയുടെ അടുത്ത് വരണം. ചാങ്ങി സത്യമാണെന്നുള്ളത് എൻ്റെ അച്ഛനെ തെളിയിച്ചു കൊടുക്കണം. അന്ന് തൊട്ട് അവള് ചന്ദ്രനിൽ പോവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അച്ഛനെ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിപ്പിച്ചു. അങ്ങനെ അതിനെപ്പറ്റി പരീക്ഷണവും നിരീക്ഷണവും എല്ലാം നടത്തി റോക്കറ്റുകൾ ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ എല്ലാം തന്നെ നല്ല അസല് ഫ്ലോപ്പായി വരുവാണ്. അങ്ങനെ ഇരിക്കാണ് റോക്കറ്റ് കുത്തനെയാണ് പറക്കുക എങ്കിലും നമ്മുടെ എയ്റോപ്ലെയിൻ ഒക്കെ പോകുന്ന കൂട്ട് ആദ്യം ട്രാക്കിലൂടെ ഒന്ന് ഓടിക്കഴിഞ്ഞ് പറക്കുവാണെങ്കിൽ നന്നായിട്ടിരിക്കും എന്ന് ഫേഫയ്ക്ക് തോന്നിയത്.
അന്ന് രാത്രിയിൽ അവള് ആ റോക്കറ്റിന്റെ പണി കഴിച്ചു. ആരും കാണാതെ വീടിന്റെ വെളിയിലിറങ്ങി. ചാങ്ങി ഞാൻ വരുവാണെന്നും പറഞ്ഞ് ആ റോക്കറ്റിൽ കയറി അവളിതേ അതിങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. പതിയെ പതിയെ അതിന് സ്പീഡ് കൂടി. അതങ്ങനെ മുന്നോട്ട് പോയി. മിന്നൽ വേഗത്തിൽ ഒരൊറ്റ പറക്കലായിരുന്നു. ഇതിന് പറക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് കിട്ടാൻ അവൾ കുറെ ക്രാക്കേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പടക്കങ്ങൾ. കുറേ ദൂരം ചെന്ന് പതിയെ റോക്കറ്റ് താഴെ വീഴാൻ തുടങ്ങിയപ്പോഴാണ് ആരും കാണാതെ ഈ റോക്കറ്റിനടക്ക് ചിൻ കയറി എറിഞ്ഞിരുന്നു. അവന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതാണ് ഈ റോക്കറ്റ് താഴെ വീഴുന്നതെന്ന് മനസ്സിലായേ. പക്ഷേ ഇത് താഴെ എത്തുന്നതിന് മുൻപ് ഒരു വലിയ ലൈറ്റ് വന്ന് ആ ലൈറ്റിലൂടെ ഇവരെ രണ്ട് മൃഗങ്ങള് നേരെ ചന്ദ്രനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ പട്ടിക്ക് ചിറക് വെച്ച പോലുള്ള ആ രണ്ട് മൃഗങ്ങള് ഇവരെ മൂന്നാൾക്കാരെ, അതായത് ബഞ്ചി അടക്കം മൂന്നാൾക്കാരെ ഇവിടെ നിന്ന് ചാങ്ങിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയാണ്. ഫേഫയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല തന്റെ ലൈഫിൽ ഇതൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കുന്നതാണോ എന്ന്. അങ്ങനെ കഥകളിൽ മാത്രം കേട്ടുകേൾവിയുള്ള നമ്മുടെ ചാങ്ങിയുടെ കൊട്ടാരം നേരിട്ട് കണ്ട നമ്മുടെ ഫേഫെ ആകെ അന്തം വിട്ട് പണ്ടാറടങ്ങി നിൽക്കുകയാണ്. അവിടെ ജീവനുള്ള മൂൺ കേക്കുകളെ അവൾ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചാങ്ങിയുടെ കൊട്ടാരത്തിലെ പരിചാരകരാണ്. ഇവള് വിചാരിച്ച പോലുള്ള ഒരു രൂപം ആയിരുന്നില്ല ചാങ്ങിക്ക് ഫേഫയ്ക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇവര് ചെല്ലുമ്പോൾ നമ്മുടെ ചാങ്ങി അവിടെ ഒരു ഫാൻസി ഡ്രസ്സെല്ലാം ഇട്ട് ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേഫെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണോ ഞാൻ കഥകളിൽ കേട്ട ചാങ്ങി എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ അവിടെ നമ്മുടെ ചാങ്ങിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ജെയ്ഡ് റാബിറ്റിനെയും ഫേഫെ കണ്ടു. ഇതൊക്കെ എന്താണെന്നുള്ളത് ശ്രദ്ധാപൂർവം നോക്കുകയാണ് നമ്മുടെ ചിൻചിൻ. ആ സമയത്ത് ചാങ്ങി ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫേഫയുടെ അരികിൽ വരുവാണ്. നിന്നെയാണോ ഞാൻ എൻ്റെ പട്ടിക്കുട്ടന്മാരെ വിളിപ്പിച്ച് ഇങ്ങോട്ട് എടുപ്പിച്ചത്? നീ എനിക്ക് സമ്മാനം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചാങ്ങി. എന്നാൽ അതൊന്നും കേൾക്കാതെ ഫേഫെ അവളുടെ സങ്കടം പറഞ്ഞു. എൻ്റെ അച്ഛൻ നിങ്ങളെ പണ്ട് വിശ്വസിച്ചിരുന്നു, പക്ഷെ നിങ്ങളോടുള്ള വിശ്വാസം അച്ഛന് നഷ്ടപ്പെട്ടു. നിങ്ങൾ സത്യമാണെന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഉടനെ തന്നെ ചാങ്ങി അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ ഞാൻ നിനക്ക് തരണമെങ്കിൽ നീ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം എന്ന് പറയാണ്. അതും ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ഗിഫ്റ്റ് തരണം. എന്നിട്ട് അവിടെ ഉള്ളവരോടും പറഞ്ഞു, നിങ്ങളുടെ ഒരാഗ്രഹം ഞാൻ എനിക്ക് ഗിഫ്റ്റ് കണ്ടെത്തി തന്നാൽ സാധിപ്പിച്ച് തരാമെന്ന്. അങ്ങനെ നമ്മുടെ ചാങ്ങിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ ചാങ്ങിക്ക് വേണ്ടപ്പെട്ട ആ ഗിഫ്റ്റ് തരാൻ വേണ്ടി വെളിയിലോട്ട് പോയപ്പോൾ ഫേഫയുടെ പിറകെ ചിന്നും വരികയാണ്. ഞാനും വരാമെന്ന് പറഞ്ഞ്. നീ എൻ്റെ അനിയൻ പോലും അല്ല, പിന്നെ നീ എന്തിനാ എൻ്റെ പിറകെ വരുന്നതെന്നും പറഞ്ഞ് ചിന്നിനെ അവൾ അവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു. അവൾക്ക് ഗിഫ്റ്റ് കണ്ടെത്താൻ പോവാൻ വണ്ടിയില്ല. അപ്പോഴാണ് കോഴികൾ പോകുന്ന ഫേഫയെ കാണുന്നത്. ചാങ്ങിയുടെ ഗിഫ്റ്റ് എവിടാണെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അവളും അവരോടൊപ്പം കയറി. ഇതേ സമയം ചിൻ ഫേഫയെ കൂട്ടാക്കാൻ വേണ്ടി ചാങ്ങിയുടെ കയ്യിലുള്ള ആ ഫോട്ടോ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചാങ്ങി അത് കണ്ടെത്തി. നിനക്ക് ഈ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ നിനക്ക് ഒരു കോമ്പറ്റീഷൻ തരാമെന്ന് പറയുന്നു. ചിന്നിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്, പിങ് പോങ്. നമുക്ക് അത് തന്നെ കളിക്കാം. ഈ ഗെയിമിൽ നീ വിജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു പ്രശ്നവും കൂടാതെ ഞാൻ ഈ ഫോട്ടോ തരും. ഇല്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരേണ്ടി വരുമെന്ന് നമ്മുടെ ചിന്നിനോട് ചാങ്ങി പറയുമ്പോൾ അവൻ അത് കേട്ടു. അവിടുത്തെ പിങ് പോങ് കുറച്ച് വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ ചിൻ നല്ല അടിപൊളിയായി തന്നെ കളിച്ചു. അവസാനം അവൻ തന്നെ ജയിക്കുകയും ചെയ്തു. ചാങ്ങി ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. അവൻ ജയിച്ചു എന്ന് കണ്ടതും ദേഷ്യം പിടിച്ച് അവൾ മറ്റൊരിടത്ത് മാറി നിൽക്കുന്നു. ഇന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് എൻ്റെ ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഹൂയുമായി എനിക്ക് ഒന്നു ചേരാൻ സാധിക്കത്തില്ല. നിങ്ങൾ എല്ലാവരും പോയി ഗിഫ്റ്റ് കണ്ടുപിടിക്കുമെന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഇവൾ ഒരുപാട് സങ്കടപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നാട് തന്നെ ആകെ ഇരുളിലേക്ക് മറിയും. ഇതറിയാമായിരുന്ന ജെയ്ഡ് റാബിറ്റ് അവളെ സന്തോഷിപ്പിക്കാനുള്ള മാന്ത്രിക മരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതേ സമയം ഫേഫെ ഇതേ കോഴികളുടെ പുറത്തിരുന്നുകൊണ്ട് അവളുടെ റോക്കറ്റ് വന്നു വീണ ആ ഒരു സ്ഥലത്തേക്കാണ് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവള് കൊണ്ടുവന്ന എന്തെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിൽ അത് ആ റോക്കറ്റിലല്ലേ കാണത്തുള്ളൂ. അങ്ങനെ ഒരുപാട് ദൂരം പോയി അവസാനം ഇവർ ആ റോക്കറ്റിലെത്തി. അന്നേരം അവളുടെയും അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ അവൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ആ റോക്കറ്റിന്റെ പരിസരത്തായി പന്നിയുടെ രൂപമുള്ള ഒരു ജീവിയെ കാണുന്നത്. അവന്റെ പേര് ഗോപി എന്നാണെന്ന് അവൻ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നിങ്ങൾ പോയ ഉടനെ അവൻ ഇവിടെ വന്നിരുന്നു എന്നും പറയാണ്. അങ്ങനെ ഫേഫെ ആ റോക്കറ്റിനുള്ളിൽ തപ്പിത്തെരയുമ്പോൾ അവൾക്ക് ചാങ്ങിയുടെ പണ്ടുള്ള അവളുടെ ഒരു കളിപ്പാട്ടം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കാം ചാങ്ങി പറഞ്ഞ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അതുമായി വെളിയിൽ വന്നപ്പോൾ കോഴികൾ അത് പിടിച്ചു വലിച്ച് ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഫേഫെ അന്നേരം ഗോപിയുടെ കൂടെ ആ കോഴികളെ ട്രാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ഇതാണ് ആ ഗിഫ്റ്റ് എങ്കിൽ ഇത് കൊണ്ടുകൊടുത്ത ചാങ്ങിയിൽ നിന്ന് ആഗ്രഹം അവൾക്ക് സാധിപ്പിച്ചെടുക്കണമായിരുന്നു. ഇന്നേരത്തെ നമ്മുടെ ജെയ്ഡ് റാബിറ്റ് മാന്ത്രിക മരുന്നുണ്ടാക്കുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ബഞ്ചി ഇത് കണ്ട് അങ്ങോട്ട് വരികയാണ്. അവന്റെ ചെവിയിൽ അന്നേരം മാന്ത്രിക പൊടി വീണു. അതതിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ സമയത്തേക്ക് ഈ മാന്ത്രിക മരുന്നും ശരിയായിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയിട്ട് ചാങ്ങിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് അവൻ പറയുന്നു. ഇവിടെ നമ്മുടെ ഗോപി ഫേഫയുമായി സംസാരിച്ചാണ് വരുന്നത്. അന്നേരം വലിയ 3 തവളകളെ ഇവർ കണ്ടു.
ആ തവളകളുടെ പുറത്തിരുന്നിട്ടായി പിന്നെ ഇവരുടെ സഞ്ചാരം. അങ്ങനെ ഈ പോക്കിനിടയിൽ നമ്മുടെ ഫേഫെ ഗോപിയോട് അവളുടെ കഥ പറഞ്ഞു കൊടുക്കാണ്. അവളും അച്ഛനും അമ്മയും നല്ല സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. അമ്മ എപ്പോഴും ചാങ്ങിയുടെ കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവളുടെ 11ാമത്തെ വയസ്സിൽ അമ്മ അവരെ വിട്ടുപോയി. പിന്നീട് ഒരു 3-4 വർഷം ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു. എന്നാൽ അച്ഛൻ ഇപ്പോൾ വേറൊരാളെ ഇഷ്ടമാണ്. അച്ഛൻ അതിലൊക്കെ വിശ്വസിച്ച് തുടങ്ങിയതോടുകൂടി ചാങ്ങി എന്ന അമ്മയുടെ സ്റ്റോറി പുള്ളി വിശ്വസിക്കുന്നില്ല. ഇത് തെളിയിച്ചു കൊടുക്കാനാ ഞാനിങ്ങോട്ട് വന്നേ എന്നൊക്കെ ഫേഫെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഗോപി പറഞ്ഞു, നിനക്ക് എന്റെ കഥ അറിയാമോ? ഞാൻ പണ്ട് ചാങ്ങിയുടെ കൊട്ടാരത്തിലായിരുന്നു. പക്ഷെ ഞാനൊരു പാട്ട് പാടി എന്നും പറഞ്ഞ് ചാങ്ങി എന്നെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്തിനാ കാരണമെന്നും കൂടി അറിയാതാ ഞാൻ ഇപ്പൊ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നേന്ന്. ഇപ്പൊ അവൻ അങ്ങോട്ട് പോകുന്നതും അതെല്ലാം ശരിയാക്കാനാണ്. ഇപ്പൊ ഒരുപാട് നേരം കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചാങ്ങിക്ക് നല്ലോണം വിഷമം വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാല് ഹൂയെ കാണണം എന്നുള്ള ആഗ്രഹം ഇനി ഒരിക്കലും അവൾക്ക് നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ. ഇപ്പൊ ഫേഫയും കൂട്ടരും കൂടെ ദേ നമ്മുടെ ചാങ്ങിയുടെ കൊട്ടാരത്തിന്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് ആ കോഴികളെ ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിടിവലിക്കിടയിൽ അവസാനം നമ്മുടെ ഫേഫയുടെ ആ കുഞ്ഞു ടോയ് കീറിപ്പോവാണ് ചെയ്യുന്നത്. 2 കൂട്ടർക്കും അത് ഒരു ഉപകാരവും ഉണ്ടാക്കിയില്ലെന്ന് പറയാം. അതിനിടയ്ക്ക് ഇവൾക്ക് പരിക്കുകളൊക്കെ പറ്റേണ്ടതുമായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നീട് ആ ഒരു സമ്മാനം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും ചാങ്ങി ഒന്നും പറഞ്ഞില്ല. അതിനർത്ഥം ഈ സമ്മാനം ഇതല്ല എന്നല്ലേ. വിശക്കാണ് അവൾക്ക്. അപ്പോഴാണ് അവളുടെ സോങ് എന്ന ആ ഒരു അമ്മയുണ്ടല്ലോ, ഇപ്പോഴത്തെ അച്ഛൻ്റെ ലവർ, പുള്ളിക്കാരി കൊടുത്തുവിട്ട മൂൺ കേക്ക് ഫേഫയുടെ കയ്യിലുള്ള കാര്യം അവൾ ഓർക്കുന്നേ. ഗോപിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചോ എന്നും പറഞ്ഞ് അതെടുക്കുമ്പോൾ ആ പെട്ടിയിലായിട്ട് അവള് ഒരു കുഞ്ഞു വട്ടം കാണും. ഈ വട്ടം ചാങ്ങിയുടെ കയ്യിലുള്ള ലോക്കറ്റിന്റെ പകുതിയാണ്. അപ്പൊ ഇതായിരിക്കും എന്നും പറഞ്ഞ് അവൾ അതുമായി ചാങ്ങിയുടെ അടുത്തോട്ട് പോകുന്നു. ഈ സമയം ചിന്നാവട്ടെ അവനെ ഒരിടത്ത് പൂട്ടിയിട്ടേക്കുവാർന്നല്ല, അവിടെ നിന്ന് പുറത്തു കടക്കാൻ നോക്കുന്നുണ്ട്. അവസാന നിമിഷത്തിൽ നമ്മുടെ ഫേഫെ ചാങ്ങിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സമ്മാനം എന്ന് ചോദിക്കുകയാണ്. അവർ ഏറെ സന്തോഷത്തോടെ അവരുടെ കയ്യിലുള്ള അതിൻ്റെ പാതിയുമായി ഇത് കൂട്ടിവെച്ചതും പെട്ടെന്ന് നമ്മുടെ ചാങ്ങി ഒരു കാടിനുള്ളിൽ പെട്ടതുപോലായി. അവിടെ വെച്ച് അവളുടെ പ്രണയ നായകനായിട്ടുള്ള ഹൂയെ നമ്മുടെ ചാങ്ങി വീണ്ടും കണ്ടുമുട്ടി. അവരൊന്നിച്ചു ചേരാൻ വേണ്ടി അവൾ ഓടി അവനടുത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഹൂയി പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അഗാധമായി പ്രണയിച്ചവരാണ്. ഇപ്പോഴും നിന്റെ മനസ്സിൽ ആ പ്രണയം നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ നിന്നെ വിട്ടുപോയിട്ട് ഒരുപാട് കാലങ്ങളായി. നീ അതിൽ നിന്ന് പുറത്തു കടക്കണമെന്ന്. അങ്ങനെ ഹൂയി എന്നേക്കുമായി വിട പറഞ്ഞപ്പോൾ ചാങ്ങിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ചാങ്ങി കരഞ്ഞ ഈ നാട് ഇരുട്ടിലായി പോവും. ഫേഫെ ചാങ്ങിയെ സമാധാനിപ്പിക്കാൻ പോയതാണെങ്കിലും അവിടെ വെച്ച് അവൾ അവളുടെ അമ്മയെ കണ്ടു. ചാങ്ങിയുടെ പോലെ തന്നെയാണല്ലോ നമ്മുടെ ഫേഫയും. ചാങ്ങി ഹൂയെ മരിച്ചത് ഉൾക്കൊള്ളാനാവാതെ ജീവിക്കുന്നുവെങ്കിൽ ഫേഫെ അവളുടെ അമ്മ മരിച്ചത് ഉൾക്കൊള്ളാനാവാതെ ജീവിക്കുവാണ്. അങ്ങനെ അമ്മ അവളോട് പറഞ്ഞു, മോൾ എപ്പോൾ ആഗ്രഹിച്ചാലും എപ്പോൾ ഓർത്താലും അമ്മ മോളുടെ അടുത്തേക്ക് ഓടി വരുന്നില്ലേ? പിന്നെ എന്തിനാണ് മോൾ അമ്മയുടെ കാര്യോർത്ത് ഇങ്ങനെ വിഷമിക്കുന്നത്? അത് കാണുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു സങ്കടം വരും. മോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നല്ലേ അമ്മ വിചാരിക്കാറുള്ളൂ. അമ്മയുടെ നല്ല ഓർമ്മകൾ മോൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. അല്ലാതെ അമ്മ കൂടെ ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാതിരിക്കുക. മോളുടെ ജീവിതം എങ്ങനെ പോകുന്നു ആ രീതിയിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്ന് അമ്മ പറയുമ്പോൾ ഫേഫെ അത്ര നേരം അകറ്റി നിർത്തിയിരുന്ന അവളുടെ അനിയനെ ചേർത്ത് പിടിച്ചു, ചിന്നിനെ. ശേഷം വിഷമിച്ചിരിക്കുന്ന ചാങ്ങിയുടെ അടുത്ത് പോയവര് പോയി, നമുക്ക് അവരെ ഓർത്ത് സങ്കടപ്പെടുക എന്നല്ലാതെ അവര് പോയി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഓർമ്മകളിൽ സന്തോഷിച്ച് ജീവിക്കല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ചാങ്ങിയും പഴയ പോലെ സന്തോഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആ നാട്ടില് വീണ്ടും വെളിച്ചം വന്നു. അങ്ങനെ നമ്മുടെ ഫേഫെ ഇവിടെ നിന്ന് അവളുടെ നാട്ടിലേക്ക് തിരികെ വരും നേരം ഇതിനിടയ്ക്ക് നമ്മുടെ ജേഡും ബഞ്ചിയും തമ്മിൽ ഇഷ്ടത്തിലായിട്ടുണ്ടായിരുന്നു. ഫേഫെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ എന്ന്. അങ്ങനെ ബഞ്ചിയെ അവിടെ വെച്ച് ചാങ്ങിയോട് യാത്ര പറഞ്ഞ് നമ്മുടെ ഫേഫയും ചിന്നും ദേ തിരികെ അവളുടെ നാട്ടിലേക്ക് വരികയാണ്. ചാങ്ങി അവൾക്ക് മറക്കാതെ ആ ഒരു ഫോട്ടോ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ ഫേഫയും ചിന്നും തിരികെ വന്നു. പക്ഷേ അവൾക്ക് ആ ഫോട്ടോയുടെ ആവശ്യമൊന്നും ഇനി ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛനെ മനസ്സിലാക്കി അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മുടെ ഫേഫെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി അവർ തിരിച്ചു വന്നു. അവൾ അങ്ങനെ അമ്മയെ നല്ലൊരു ഓർമ്മയായി തന്നെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ അവൾക്കൊരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം മൂൺ ഫെസ്റ്റിവലിന്റെ സമയത്ത് സോങ്ങുമായിട്ട് നമ്മുടെ ഫേഫെ നല്ല ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന മകൾ എന്ന പോലെ അവർ രണ്ടുപേരെയും ചേരാൻ വേണ്ടി അവൾ സമ്മതിക്കുകയും ചെയ്തു.
അങ്ങനെ എല്ലാ തിരക്കുകൾക്കൊടുവിലും നമ്മുടെ ഫേഫെ അവളുടെ അച്ഛനും അമ്മയും അവളും കൂടി പോയിരിക്കാറുള്ള ആ സ്ഥലത്ത് പോയിരുന്ന് അമ്പിളി മാമനെ ഒരു തവണ കൂടി നോക്കുകയാണ്. അപ്പം അച്ഛൻ വന്ന് പറഞ്ഞു, മോളെ അവിടെ ജെയ്ഡ് റാബിറ്റിന്റെ നിഴല് നിനക്ക് കാണുന്നുണ്ടോ എന്ന്. അത് കേട്ടതും അവൾക്ക് അമ്മയുടെ കഥകൾ എന്ന പോലെ അച്ഛൻ പറയുന്ന കാര്യങ്ങളും വളരെ സന്തോഷമുള്ളതാക്കി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അമ്പിളി മാമനെ ഒന്നുകൂടി നോക്കി, ചാങ്ങി നീ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് അവൾ ചിന്നുമായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിലാണ് 2020 പുറത്തിറങ്ങിയ ഓവർ ദ മൂൺ എന്ന മനോഹരമായ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ചില കാര്യങ്ങൾ അല്ലെങ്കിലും അങ്ങനാണല്ലേ, നല്ല ഓർമ്മകളായിട്ട് കൊണ്ടു നടക്കുവാണെങ്കിൽ അത് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷെ ആ ഓർമ്മകൾ ചില സമയങ്ങളിൽ നമ്മളെ വരിഞ്ഞു മുറുക്കും. അത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പതിയെ പതിയെ വല്ലാത്ത ഒരു ഭാരം തരും മനസ്സിന്. നമ്മുടെ സന്തോഷം പതിയെ പതിയെ ഇല്ലാതാക്കും. പക്ഷേ ഓർമ്മകൾ എപ്പോഴും മധുരമുള്ളതായിട്ടിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മധുരമുള്ള ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട്, അതിലെ നല്ല വശങ്ങൾ ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് കഴിഞ്ഞു പോയി എന്ന് തന്നെ ഉൾക്കൊള്ളാനും ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പരിപൂർണമായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ജീവിതത്തിൻ്റെ മാന്ത്രികത അല്ലെങ്കിൽ ഈ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് എവിടേക്കാണെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. നമുക്ക് എന്നാൽ മറ്റൊരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ബർത്ത്ഡേ വിഷുകളുടെ കാര്യമൊന്നും കൂട്ടുകാർ മറക്കാതിരിക്കുക കേട്ടോ. ബർത്ത്ഡേ വിഷുകളാണെങ്കിൽ ബർത്ത്ഡേയുടെ ഒരു വീക്ക് മുൻപെങ്കിലും നമ്മളോട് അറിയിക്കണം എന്നാണ് ആരാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് പറഞ്ഞേക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ഒരു മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.